ധർമ്മസ്ഥല കേസിൽ നിർണായക നീക്കവുമായി SIT. ബംഗ്ലഗുഡയിൽ നടന്നത് കൂട്ടക്കൊലപാതകമെന്ന് ശാസ്ത്രീയ തെളിവുകളിൽ സൂചന. മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ. മണ്ണുകുഴിച്ചുള്ള പരിശോധന ജൂൺ ആദ്യം തുടങ്ങിയേക്കും. ദൃക്സാക്ഷിയുമായി സ്ഥലത്തെത്തി അന്വേഷണ സംഘം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന് സർക്കാരിന്റെ പോലീസ് നയം ചർച്ചയാകും. SP റാങ്ക് മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പാര്യത്തുകാവിലെ കുടിയിറക്കലിന് കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയുടെയും ഡീസലിന് 91 പൈസയുടെയും വർധനവ്. ഇന്ധനവില കൂട്ടുന്നത് 10 ദിവസത്തിനിടെ ഇത് 3ാം തവണ. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനം. AICC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ കാണുന്നതിൽ തീരുമാനമായില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി റോജി M. ജോൺ. VC നിയമനത്തിൽ യോഗ്യത മാത്രം മാനദണ്ഡമാക്കും. ജാതി നോക്കി VC നിയമനം നടത്തുന്ന രീതി അവസാനിപ്പിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ പ്രതികളും ഇരകളും ഉണ്ടെന്ന സൂചന. ഇനി പിടിയിലാകാനുള്ളത് ദുബായിലുള്ള 2 പ്രതികൾ. വിഷു ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. വിറ്റഴിച്ചത് 45 ലക്ഷം ടിക്കറ്റുകൾ. കൂടുതൽ വിൽപ്പന പാലക്കാട് ജില്ലയിൽ. ഒന്നാം സമ്മാനം 12 കോടി രൂപ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാറിന്റെ പുരോഗതി ചർച്ചയാകും. ഡൽഹിയിൽ ക്വാഡ് ഉച്ചകോടിയിലും പങ്കെടുക്കും.